happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇടതുബദൽ എന്ന പ്രയോഗം തന്നെ കാലഹരണപ്പെട്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇന്ത്യയിൽ കമ്മ്യൂണിസം അസ്തമിച്ചു. ഇടത് കേന്ദ്രങ്ങളിൽ BJP സൃഷ്ടിച്ചത് വൻ മുന്നേറ്റം. CPM കോൺഗ്രസിന് ചാരി നിൽക്കേണ്ട ഗതികേടില്ലെന്നും K. സുരേന്ദ്രൻ. പാലക്കാട്ട് BJP ജില്ലാ നേതൃയോഗം. കടമ്പഴിപ്പുറത്ത് 2 യുവാക്കൾക്ക് വെട്ടേറ്റത് നരിയമ്പാടം സ്വദേശി പ്രസാദ്, കുളക്കാട്ടുകുറിശി സ്വദേശി ടോണി എന്നിവർക്ക്. ടോണിയുടെ പരിക്ക് ഗുരുതരം. ഒരു സംഘം ആളുകൾ ഇരുവരെയും ആക്രമിച്ചത് പുലർച്ചെ 3:30 സ്കൂട്ടറിൽ വരുന്നതിനിടെ വേങ്ങശ്ശേരി റോഡിലെ കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വെച്ച്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഉടമസ്ഥരില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ബാഗുകളിൽ 16 കിലോ കഞ്ചാവ്. എക്സൈസ് RPF സംയുക്ത പരിശോധനയിൽ കഞ്ചാവ് കണ്ടെത്തിയത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പെയ്ഡ് AC വിശ്രമ മുറിയുടെ ഇരിപ്പിടത്തിനരികിൽ. കൊടുവായൂർ പീച്ചിയോട് പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടി എക്സൈസ് അധികൃതർ നശിപ്പിച്ചു. വൈദ്യുതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ വൈദ്യുതി സുരക്ഷാ വാരാചരണം. സുരക്ഷാവാരം ആചരിക്കുന്നത് മഴക്കാലത്ത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപകടരഹിത വൈദ്യുത മേഖല സൃഷ്ടിക്കുന്നതിന് ബോധവൽക്കരണം വിദ്യാലയങ്ങളിൽ നിന്ന്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇടതുബദൽ എന്ന പ്രയോഗം തന്നെ കാലഹരണപ്പെട്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇന്ത്യയിൽ കമ്മ്യൂണിസം അവസാനിച്ചു കഴിഞ്ഞു. ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് രാജ്യത്ത് ഇന്ന് പ്രസക്തിയുള്ളതെന്നും BJP പാലക്കാട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ K. സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിനെ ചാരി നിന്നാണ് CPM മുഖം രക്ഷിക്കുന്നതെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. കമ്മ്യൂണിസം നശിക്കുന്നത് കോൺഗ്രസിന് ഇഷ്ടപ്പെടാത്തത് അവരുടെ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല എന്നതുകൊണ്ടാണെന്നും കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും BJP വൻ മുന്നേറ്റമാണ് സൃഷ്ടിച്ചതെന്നും K. സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസ്റ്റ് നാശം പോലെ കേരളത്തിൽ 2 പ്രമുഖ പത്രങ്ങളും നാശത്തിലേക്ക് നീങ്ങുകയാണ്. ഭൂരിപക്ഷ സമൂഹത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനം അവർക്ക് ഗുണകരമല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രത്യാഘാതത്തെ ഓർത്ത് UDF മുന്നണിയും അവരുടെ വിശകലനങ്ങളുടെ ഒരു പെരുപാട് തന്നെ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഈ LDF-ന്റെയും UDF-ന്റെയും തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ അടുത്ത 1-2 വർഷത്തേക്ക് അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനിടയിൽ ചേലക്കരയിലും പാലക്കാടും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതുകൊണ്ട് അവർക്ക് തുടർച്ചയായി ഇനി ഇങ്ങനെയുള്ള വിശകലനങ്ങളിലേക്ക് പോകേണ്ടി വരും. 1 വർഷം കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും കൂടെ കഴിയുമ്പോൾ വിജയരാഘവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പാർട്ടി തുരുമ്പെടുത്തു പോയിരിക്കുന്നത് പത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. CPIM പാർട്ടി അതിന്റെ മേഖല റിപ്പോർട്ടിങ്ങിന് വേണ്ടി വിളിച്ച യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ടി തുരുമ്പെടുത്തു പോയിരിക്കുന്നു. കോൺഗ്രസുകാരായ അമ്പരന്നിരിക്കുകയാണ്. ഇത്രയധികം ശക്തമായ വികാരം പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ട് ഉണ്ടായിട്ട് എങ്ങനെയാണ് UDF-ൽ 1% വോട്ട് കുറഞ്ഞത്? കേരള രാഷ്ട്രീയം വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണ്. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് P. രഘുനാഥ്, സെക്രട്ടറി രേണു സുരേഷ്, ട്രഷറർ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്, ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ P. വേണുഗോപാലൻ, AK ഓമനക്കുട്ടൻ, KP സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കടമ്പഴിപ്പുറത്ത് 2 പേർക്ക് വെട്ടേറ്റു. നരിപ്പാടം എലിയക്കോട്ടിൽ 35 വയസ്സുള്ള പ്രസാദ്, സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ 38 വയസ്സുള്ള ടോണി എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇന്ന് പുലർച്ചെ 3:30 സംഭവം. കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ചാണ് 2 യുവാക്കൾക്ക് വെട്ടേറ്റത്. പരിക്കേറ്റ നരിയപ്പാടം ഇലിയക്കോട്ടിൽ 35 വയസ്സുള്ള പ്രസാദ്, സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ ടോണി 38 വയസ്സ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈകളിലും കാലിലും വെട്ടേറ്റ ടോണിയുടെ പരിക്ക് ഗുരുതരമാണ്. ടോണിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.
പ്രസാദ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുലർച്ചെ 3:30 സംഭവം. കടമ്പഴിപ്പുറം വേട്ടേക്കര റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുളക്കാട്ടുകുറിശി പൂവത്തുംകുഴിയിൽ സ്റ്റെനോയുടെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകളെത്തി വാതിലിൽ മുട്ടുകയും വാതിൽ തുറക്കാതായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു. അക്രമികൾ അന്വേഷിച്ചുവെന്ന വിവരം സ്റ്റെനോയുടെ ബന്ധു ടോണിയെയും സുഹൃത്ത് പ്രസാദിനെയും അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്റ്റെനോയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടെയാണ് ഇരുവർക്കും വെട്ടേറ്റത്. തിരിച്ചുവന്ന സംഘം ഇവരെ വഴിയിൽ വെച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണപുരം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 16 കിലോ 100 ഗ്രാം കഞ്ചാവ് പിടികൂടി. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും ട്രെയിനുകളിലും എക്സൈസും RPFും നടത്തിയ സംയുക്ത പരിശോധനയ്ക്കിടയിൽ ഉടമസ്ഥരില്ലാത്ത 2 ബാഗുകളിൽ ആണ് കഞ്ചാവ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഉടമസ്ഥരില്ലാത്ത 2 ബാഗുകളിൽ നിന്നായി 16 കിലോ 100 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളും സംഘവും പാലക്കാട് RPFും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും ട്രെയിനുകളിലും നടത്തിയ പരിശോധനയ്ക്കിടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ പെയ്ഡ് എയർ കണ്ടീഷൻ വിശ്രമമുറിയുടെ ഇരിപ്പിടത്തിന് സമീപം ഉടമസ്ഥനില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ഒരു ഷോൾഡർ ബാഗിലും ഒരു ട്രാവലർ ബാഗിലുമായിട്ടായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. 16 പാക്കറ്റുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ, പാലക്കാട് RPF സബ് ഇൻസ്പെക്ടർ ബിനോയ് കുമാർ, N അശോക്, രേവതി S കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രാജേഷ് കുമാർ, ഗോകുലകുമാർ, സുനിൽ കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KR രഞ്ജു എന്നിവരാണ് സംയുക്ത പരിശോധനയിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ദേശീയ സംസ്ഥാന പാതകളിലും പരിശോധന ശക്തമാക്കുമെന്ന് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V റോബർട്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊടുവായൂർ പീച്ചിയോട് പാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളും സംഘവും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 50 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിക്ക് 2 മാസം മൂപ്പുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. വരും ദിവസങ്ങളിലും വ്യാപക പരിശോധന നടത്തുമെന്നും എക്സൈസ് അറിയിച്ചു. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി കോട്ടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോട്ടായി സെന്ററിൽ നടന്ന പ്രതിഷേധ ധർണ ഹിന്ദു ഐക്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് K ഉദയൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ശിക്ഷകരല്ല രക്ഷകരാണെന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ പ്രതിഷേധ പ്രകടനം രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണയിൽ ഹിന്ദു ഐക്യവേദി കോട്ടായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് V രാമചന്ദ്രൻ അധ്യക്ഷനായി. BJP തരൂർ മണ്ഡലം സെക്രട്ടറി TK മോഹൻദാസ്, P ജയകൃഷ്ണൻ, VC സുരേന്ദ്രൻ, KK ശിവദാസൻ, KV രജനീഷ്, KB സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വ്യാപാരദ്രോഹ നടപടികൾ ആരോപിച്ച് പാലക്കാട് നഗരസഭാ ഓഫീസിലേക്ക് വ്യാപാരി വ്യവസായ സമിതി മാർച്ച്. CITU സംസ്ഥാന സമിതി അംഗം TK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ജനകീയ പദ്ധതികളെ അട്ടിമറിക്കുന്ന സമീപനമാണ് പാലക്കാട് നഗരസഭാ അധികൃതർ സ്വീകരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത TK നൌഷാദ് ആരോപിച്ചു. മാലിന്യമില്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് യൂസർ ഫീ വേണമെന്ന ശാഠ്യം നഗരസഭ ഒഴിവാക്കണം. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനുള്ള സർക്കാർ നടപടികൾക്ക് തുരങ്കം വയ്ക്കുന്ന നഗരസഭാ തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നും TK നൌഷാദ് ആവശ്യപ്പെട്ടു. ഈ സംരംഭത്തിൽ പങ്കാളികളാകണം എന്ന് പറഞ്ഞ് അവരെയും കൂടി സഹകരിപ്പിക്കാം. പക്ഷെ മാലിന്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ പോയിട്ട് യൂസർ ഫീ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു അന്യായമാണ്. അത് ആ ബോധ നിലവാരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ സഹായിപ്പിക്കണം. അതുപോലെ സർക്കാർ തീരുമാനിച്ച മാലിന്യം നിങ്ങളുടെ യൂസർ ഫീ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് തരില്ല. അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പറ്റും. ലൈസൻസ് നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, യൂസർ ഫീ വർധന ഒഴിവാക്കുക, അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വ്യാപാരികളുടെ മാർച്ച്. ഏരിയ പ്രസിഡന്റ് A പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M അനന്തൻ, V മനോജ്, M ബഷീർ, V മുരളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ യോഗ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു.
നാഷണൽ ആയുഷ് മിഷന്റെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഹാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. തുടക്കം എന്നുള്ള നിലയ്ക്ക് തൊട്ടടുത്തുള്ള അംഗൻവാടിയുടെ മേലെയാണ് തൽക്കാലം ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ട് ചെറിയൊരു സൗകര്യം ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം യോഗ തുടങ്ങിയത് അവിടെയാണ്. ഇവിടെ നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടും താഴത്തെ രോഗികളെല്ലാം വരുമ്പോൾ ഇതിനൊരു സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ചു നാളുകൾ നമ്മൾ അവിടെ തുടങ്ങിയെങ്കിലും അവിടെ മേലെ കൂടുതൽ പണികളൊന്നും ചെയ്യാത്ത കാരണം അവിടെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അറിയിച്ചു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് 5 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയുണ്ടായി. പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് യോഗ സമ്മർ ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആർദ്രയെ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AK ജയശ്രീ, PC സുമ, മെഡിക്കൽ ഓഫീസർ അപർണ S നായർ, ഹെൽത്ത് ഇൻസ്പെക്ടർ PV സാജൻ, പഞ്ചായത്ത് സെക്രട്ടറി ജ്യോതി, ഫാർമസിസ്റ്റ് VK ജ്യോതി, TR ശശി തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യങ്ങളുടെ പ്രദർശനം, മണ്ണൂർ കിഴക്കമ്പുറം AJB സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, ആശുപത്രിയിലൂടെ യോഗ പരിശീലനം നേടിയ വനിതകളുടെ കലാപരിപാടികളുമുണ്ടായി. ഇതോടനുബന്ധിച്ച് രക്തപരിശോധനാ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും നടന്നു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഷൊർണൂർ കൊളപ്പള്ളി യൂണിറ്റ് 30ാം വാർഷിക പൊതുയോഗം നടന്നു. AAWK സംസ്ഥാന ജനറൽ സെക്രട്ടറി PN നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി ചന്ദ്ര ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലാണ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഷൊർണൂർ കുളപ്പുള്ളി യൂണിറ്റ് 30ാം വാർഷിക പൊതുയോഗം ചേർന്നത്. AAWK സംസ്ഥാന ജനറൽ സെക്രട്ടറി PN നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ തൊഴിൽ മേഖലയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ സുനിലേട്ടൻ ട്രെയിനിങ്ങുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളോട് സമ്പാദിക്കും. എത്ര ആളുകൾ ഇവിടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടുണ്ട്? സംസ്ഥാന കമ്മിറ്റി ഓൾറെഡി എന്ത് തീരുമാനിക്കപ്പെടുന്നുണ്ട്? നമ്മുടെ ട്രെയിനിങ്ങുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി ജില്ലയിലേക്ക് പാസ് ചെയ്യും. ജില്ലാ ട്രെയിനിങ് ബോർഡ് മെമ്പർ അത് യൂണിറ്റ് ട്രെയിനിങ് ബോർഡിലേക്ക് മാറ്റപ്പെടും. അവിടെ നിന്നു ആ സാധനം, പിന്നെ അവിടുന്ന് മുൻപോട്ടില്ല. യൂണിറ്റ് പ്രസിഡന്റ് P ജയരാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മാത്യൂസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് P രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി CC ജയൻ സംഘടനാ വിശദീകരണം നടത്തി. കോഴിക്കോട് RTO ഓഫീസ് MVI അനുമോദ്, അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രകാശൻ, സംസ്ഥാന കമ്മിറ്റി അംഗം രാജീവ്, സുനിൽ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഉണ്ണി റിപ്പോർട്ടും ട്രഷറർ ഖാദർ കണക്കും അവതരിപ്പിച്ചു. വാർഷിക പൊതുയോഗത്തിൻ്റെ ഭാഗമായി ചർച്ചയുമുണ്ടായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശിവൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇനിയൊരിടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ലക്ഷ്മി നാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മായന്നൂർ നിയർ ഒറ്റപ്പാലം. Affiliated to University of Calicut. The right place to build your dreams and find your gateways to success. Courses offered: salient facets, affordable fee structure, scholarships for meritorious students, co-scholastic and personality development programs, job-oriented add-on courses, free PSC coaching. Lakshmi Narayana Group of Educational Institutions, Palappuram, Ottapalam, Mayanur.
പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ MBA അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, VLSI, ചിപ്പ് മാനുഫാക്ചറിംഗ്, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഹൈടെക് ക്ലാസുകൾ, അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ്. ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, വാവന്നൂർ, പട്ടാമ്പി, പാലക്കാട്. വരൂ, ഇനി ആടിയിൽ ആറാടാം. ഒറ്റപ്പാലം കനിഹ വെഡിംഗ് സെന്ററിൽ വമ്പിച്ച ആടി സെയിൽ. ആടി സെയിൽ അടിപൊളിയാക്കാൻ വിലക്കുറവിന്റെ മഹാത്ഭുതം. എല്ലാത്തരം വസ്ത്രങ്ങൾക്കും 5% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പർച്ചേസുകൾക്ക് ഇതൊരു സുവർണാവസരം. ഇപ്പോൾ തന്നെ വാങ്ങൂ, പുതിയത് വാങ്ങൂ, കൂടുതൽ നേടൂ. കനിഹ വെഡിംഗ് സെന്റർ, ഒറ്റപ്പാലം. 4 നൂറ്റാണ്ടിലേറെയുള്ള പ്രവർത്തന മികവുമായി ഫ്ലോർ കളക്ഷൻസ് ഇനി ഒറ്റപ്പാലത്തും. ലോകോത്തര ബ്രാൻഡുകളായ ഖജാരിയ, ജോൺസൺ, നിറ്റ്കോ, ഗ്രോഹെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്നീ ടൈൽസ് ആൻഡ് സാനിറ്ററിയുടെ ഏറ്റവും പുതിയ കളക്ഷനോടുകൂടി ഈസ്റ്റ് മനിശ്ശേരിയിൽ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ടൈൽസ് ആൻഡ് സാനിറ്ററി എക്സിബിഷൻ കാണുവാൻ നിങ്ങളേവരെയും ഫ്ലോർ കളക്ഷൻസ് ഷോറൂമിലേക്ക് ഞങ്ങൾ സസ്നേഹം ക്ഷണിക്കുന്നു. ഫ്ലോർ കളക്ഷൻസ്, ഒറ്റപ്പാലം, പട്ടാമ്പി, യുവർ ഫ്ലോറിംഗ് ഡെസ്റ്റിനേഷൻ. SRS മെഡിക്കൽസ്, SRS ക്ലിനിക് ആൻഡ് SRS ലബോറട്ടറി, മഞ്ഞളങ്ങൽ, ഓങ്ങല്ലൂർ. ഫോൺ 0466208194. SRS ക്ലിനിക് സേവന സാധ്യതകൾ വിപുലീകരിച്ച വിവരം ഏവരെയും ആഹ്ലാദപൂർവ്വം അറിയിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടെ ഹൈടെക് ലബോറട്ടറി, ക്ലിനിക്കൽ വിദഗ്ധ ഡോക്ടർമാർ ചാർജ് എടുത്തിരിക്കുന്നു. ഡോക്ടർ റിൻഷി കരീം, ഗൈനക്കോളജിസ്റ്റ്. ഡോക്ടർ ഇസ്വിൻ കെ റഷീദ്, ത്വക്രോഗ വിഭാഗം. ഡോക്ടർ അലി അക്ബർ, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ്. ഡോക്ടർ സുമം സതീഷ്, ENT. ഡോക്ടർ ഫായിസ് മുഹമ്മദ് അൻവർ, ENT. ഡോക്ടർ AS അഖിൽ, സൈക്യാട്രിസ്റ്റ്. ഡോക്ടർ K സജിൽ കൃഷ്ണ, ഓർത്തോപെഡിക്സ്. പ്രശസ്ത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സിരീഷ് ബാബു തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ കുട്ടികളെ പരിശോധിക്കുന്നു. എല്ലാ ദിവസവും ജനറൽ ഡ്യൂട്ടി ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. SRS ലാബിൽ വിവിധ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ മിതമായ നിരക്കിൽ. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എല്ലാ മാസവും. പ്രവർത്തന സമയം രാവിലെ 6 മുതൽ രാത്രി 8 വരെ. ഞായറാഴ്ചകളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ. SRS മെഡിക്കൽസ്, SRS ക്ലിനിക് ആൻഡ് SRS ലബോറട്ടറി, മഞ്ഞളുങ്ങൽ, ഓങ്ങല്ലൂർ. ഇമാനുവൽ സിൽക്സ്, M സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരിട്ടി.
വരൂ ഇനി ആടിയിൽ ആറാടാം. ഒറ്റപ്പാലം കനിഹ വെഡിംഗ് സെന്ററിൽ വമ്പിച്ച ആടി സെയിൽ അടിപൊളിയാക്കാൻ വിലക്കുറവിന്റെ മഹാത്ഭുതം. എല്ലാത്തരം വസ്ത്രങ്ങൾക്കും 5% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പർച്ചേസുകൾക്ക് ഇതൊരു സുവർണാവസരം. ഇപ്പോൾ തന്നെ വാങ്ങൂ, പുതിയത് വാങ്ങൂ, കൂടുതൽ നേടൂ. കനിഹ വെഡിംഗ് സെന്റർ, ഒറ്റപ്പാലം. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണം. പാലക്കാട് ജില്ലാതല വാരാചരണ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലമായതോടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അശ്രദ്ധയോടെയുള്ള ഗൃഹോപകരണ ഉപയോഗം, വൈദ്യുതി കമ്പികളിൽ മരവും മറ്റും വീണുണ്ടാകുന്ന അപകടങ്ങൾ, ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ എന്നിവ വർദ്ധിച്ചു വരികയാണ്. അപകടരഹിത വൈദ്യുതി മേഖല സൃഷ്ടിക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ നിന്നും ബോധവൽക്കരണം എന്നതാണ് വാരാചരണത്തിൻ്റെ മുദ്രാവാക്യം. KSEB, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, എനർജി മാനേജ്മെൻറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കണം. അതിലൊക്കെ തന്നെ നിങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ട്. നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കുന്നത്. ഇലക്ട്രിക് ഇൻസ്പെക്ടർ സന്തോഷ് KT, ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ M. ജയപ്രകാശ്, KSEB എഞ്ചിനീയർമാരായ ഷീബ ഇവാൻസ്, മായ തമ്പാൻ, T. അനൂപ് എന്നിവർ സംസാരിച്ചു. ഉപന്യാസം, ചിത്രരചന എന്നിവയിൽ വിജയിച്ചവരെയും വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട മികച്ച വാർത്തയും ഫോട്ടോയും നൽകിയ മാധ്യമ പ്രവർത്തകരെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് നിർവഹിച്ചു. സംസ്ഥാന ഗവൺമെൻറ് തീരുമാനപ്രകാരം നമ്മുടെ മാർഗരേഖയിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ ഗ്രാമപഞ്ചായത്തുകളും വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാറുണ്ട്. SC ഫണ്ട്, SC പദ്ധതി ഉൾപ്പെടുത്തി ഓരോ ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരവർ താല്പര്യപ്രകാരം പദ്ധതികൾ തയ്യാറാക്കി. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ C. അനിത, ലക്ഷ്മിക്കുട്ടി, V. അംബിക തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ V. വിനീത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വിജയകുമാർ നന്ദി പറഞ്ഞു. 42ഓളം വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം ഇന്നർ വീൽ ക്ലബിന്റെ 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച മനിശ്ശേരി CRR ഹാളിൽ നടക്കും. രാവിലെ 10-ന് സംവിധായകൻ അനിൽ രാധാകൃഷ്ണമേനോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് 2007 തുടങ്ങിയ ഇന്നർ വീൽ ക്ലബ്ബ് 50 അംഗങ്ങളുള്ള സന്നദ്ധ സംഘടനയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായാണ് പ്രവർത്തനം. സ്കൂൾ, വൃദ്ധസദനങ്ങൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, വിദ്യാഭ്യാസം, മെഡിക്കൽ ഹെൽപ്പ് എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ചാണ് ക്ലബിൻ്റെ പ്രവർത്തനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്ത്രീകളിലെ ഗർഭാശയ ക്യാൻസറിനെതിരായ ബോധവൽക്കരണമാണ് ക്ലബിൻ്റെ ഈ വർഷത്തെ ലക്ഷ്യം. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഞായറാഴ്ച നടക്കുന്നതോടെ ഈ വർഷത്തെ പ്രവർത്തന പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്നോവീൽ ക്ലബ് ഓഫ് ഒറ്റപ്പാലം അതിൻ്റെ ഇൻസ്റ്റലേഷൻ ആണ് ഓൺ July 7th CRR കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ്. മനുശ്ശേരി 7-ാം തീയതി ഒരു 9:30 സ്റ്റാർട്ട് ചെയ്യണം വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു 1 o'clock ഉള്ളിൽ വൈൻഡ് അപ്പ് ചെയ്യും. ഇന്നോവീൽ ക്ലബ് ഓഫ് ഒറ്റപ്പാലം ഒരു സ്മോൾ കമ്മ്യൂണിറ്റിയാണ്. വി ആർ പ്ലാനിങ് ടു ഡു ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി. അതാണ് ഞങ്ങളുടെ ടാർഗറ്റ് ആൻഡ് ഗോൾ ഫോർ ദിസ് ഇയർ. ഞാൻ ഡോക്ടർ സീമ, എന്നെയാണ് ഈ വർഷത്തെ പ്രസിഡന്റായിട്ട് ഇലക്ട് ചെയ്തിട്ടുള്ളത്. നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ സീമ സുന്ദരൻ, സെക്രട്ടറി ശിവപ്രിയ ശ്രീജിത്ത്, സജിത മധുസൂദനൻ, ഡോക്ടർ പ്രീത ഉണ്ണി, സജുല സതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇടതുബദൽ എന്ന പ്രയോഗം തന്നെ കാലഹരണപ്പെട്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇന്ത്യയിൽ കമ്മ്യൂണിസം അസ്തമിച്ചു. ഇടത് കേന്ദ്രങ്ങളിൽ BJP സൃഷ്ടിച്ചത് വൻ മുന്നേറ്റം. CPM കോൺഗ്രസിന് ചാരി നിൽക്കേണ്ട ഗതികേടില്ലെന്നും K. സുരേന്ദ്രൻ. പാലക്കാട്ട് BJP ജില്ലാ നേതൃയോഗം.
കടമ്പഴിപ്പുറത്ത് 2 യുവാക്കൾക്ക് വെട്ടേറ്റു. വെട്ടേറ്റത് നരിയമ്പാടം സ്വദേശി പ്രസാദ്, കുളക്കാട്ടുകുറിശി സ്വദേശി ടോണി എന്നിവർക്ക്. ടോണിയുടെ പരിക്ക് ഗുരുതരം. ഒരു സംഘം ആളുകൾ ഇരുവരെയും ആക്രമിച്ചത് പുലർച്ചെ 3:30 സ്കൂട്ടറിൽ വരുന്നതിനിടെ വേങ്ങശ്ശേരി റോഡിലെ കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വെച്ച്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഉടമസ്ഥരില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ബാഗുകളിൽ 16 കിലോ കഞ്ചാവ്. എക്സൈസ് RPF സംയുക്ത പരിശോധനയിൽ കഞ്ചാവ് കണ്ടെത്തിയത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പെയ്ഡ് AC വിശ്രമമുറിയുടെ ഇരിപ്പിടത്തിനരികിൽ. കൊടുവായൂർ പീച്ചിയോട് പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടി എക്സൈസ് അധികൃതർ നശിപ്പിച്ചു. വൈദ്യുതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ വൈദ്യുതി സുരക്ഷാ വാരാചരണം. സുരക്ഷാ വാരം ആചരിക്കുന്നത് മഴക്കാലത്ത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപകടരഹിത വൈദ്യുത മേഖല സൃഷ്ടിക്കുന്നതിന് ബോധവൽക്കരണം വിദ്യാലയങ്ങളിൽ നിന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ബുള്ളറ്റിൻ രാത്രി 9 മണിക്ക്. നമസ്കാരം. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.